നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ആദ്യ ലാപ്പിൽ തന്നെ ബഹുദൂരം മുന്നിലാണ് ബി ജെ പി മുഴുവൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചില്ല എങ്കിലും ബി ജെ പിക്ക് ജയസാധ്യതയുള്ള BJP A ക്ലാസ് മണ്ഡലമായി കരുതുന്ന ജയിക്കാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന എല്ലാ മണ്ഡലങ്ങളിലും നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡന്റായ ശേഷമുള്ള രണ്ടാമത്തെ തെരഞ്ഞെടുപ്പാണ്. ആദ്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവരുടെ ലക്ഷ്യം തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു. അത് സാധിച്ചു. അടുത്ത വരുന്ന തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. വലിയ ലക്ഷ്യങ്ങളുമായാണ് BJP ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിടാനൊരുങ്ങുന്നത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ സാഹചര്യം ഏതാണ്ടൊക്കെ BJPക്ക് അനുകൂലവുമാണ്. എല്ലാ പാർട്ടിയിൽ നിന്നും അസ്വസ്ഥരായവരെല്ലാം വന്നു ചേരുന്നത് BJPയിൽ നിന്നാണ്. ഇതുവരെ BJPയിൽ നിന്ന് ആരും ഒട്ട് വിട്ടുപോയിട്ടുമില്ല. ആകെ BJPയിൽ ഇന്നലെ ചെറിയൊരു അസ്വാരസ്യം ഉണ്ടാക്കുന്നത് നേരത്തെ കേരള കോൺഗ്രസിൽ നിന്ന് വന്ന ഒരു പ്രവർത്തകനാണ്. ആ സെക്കൻഡിൽ തന്നെ അയാളെ പുറത്താക്കുകയും ചെയ്തു. BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു കേഡർ സംവിധാനം എത്രത്തോളം ഭംഗിയായി കൊണ്ടുപോകാം എന്ന് അറിയുന്ന ആൾക്കാർ തന്നെയാണ്. CPM അങ്ങനെയാണെങ്കിലും CPMൽ ചില പൊട്ടിത്തെറികൾ ദൃശ്യമാണ്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ചും പിണറായി വിജയന്റെ അപ്രമാദിത്യം, KK ശൈലജയ്ക്ക് പേരാവൂരിൽ സീറ്റ് നൽകിയത്, ഇതൊക്കെ സംബന്ധിച്ച് മട്ടന്നൂർ ചോദിച്ചിട്ടും നൽകാതെ പേരാവൂരിൽ സീറ്റ് നൽകിയത്, KK ശൈലജയൊക്കെ തോൽക്കുന്ന സീറ്റിലേക്ക് അയച്ചെങ്കിലും എന്നാൽ തന്റെ മരുമകന് സീറ്റ് നൽകിയത്, MV ഗോവിന്ദന്റെ ഭാര്യയ്ക്ക് സീറ്റ് നൽകിയത്, വിജയരാഘവന്റെ ഭാര്യ ബിന്ദുവിന് സീറ്റ് നൽകിയത്, ഇതൊക്കെ വലിയ ചർച്ചാ വിഷയമാണ്. CPMലും കുടുംബാധിപത്യം നടമാടുന്നുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. PK ശശി പുറത്തായ സാഹചര്യം, അങ്ങനെ G സുധാകരൻ ഉയർത്തുന്ന വമ്പൻ വെല്ലുവിളികൾ, ഇങ്ങനെ വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ് CPMും ഉള്ളത്. സാധാരണഗതിയിൽ CPM അങ്ങനെ പ്രതിസന്ധിയിലാകുന്ന ഒരു പാർട്ടിയല്ല. കേഡർ സംവിധാനം ഉള്ളതുകൊണ്ട് തന്നെ അകത്തെന്തുണ്ടെങ്കിലും പുറത്തറിയില്ല. പക്ഷേ ഇപ്പോൾ അതും ഇല്ലാതായിരിക്കുന്നു. കേരളത്തിലെ കോൺഗ്രസിന്റെ അവസ്ഥയാണെങ്കിൽ ആദ്യമേ തന്നെ സ്ഥാനാർത്ഥികളെ എല്ലാം പ്രഖ്യാപിക്കും, റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ വീമ്പിളക്കിയ VD സതീശനാകട്ടെ ഇപ്പോൾ മിണ്ടാട്ടമില്ല. ഇന്നലെ VD സതീശനോട് ഇതേക്കുറിച്ച് ചോദിക്കുമ്പോൾ VD സതീശൻ നിഷേധാത്മകമായി സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് കണ്ടത്. MP മാരെല്ലാം മത്സരിക്കണമെന്ന കടുംപിടുത്തവുമായി വന്നിട്ടുണ്ട്. K സുധാകരനെയും അടൂർ പ്രകാശിനെയും ഒരു തരത്തിലും മെരുക്കാനാവുന്നില്ല. രണ്ടുപേരും മത്സരിക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഏതായാലും അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായിട്ടില്ല. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായിടത്തും ചില പ്രശ്നങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എൽദോസ് കുന്നപ്പള്ളി അടക്കമുള്ളവരെ പുറത്താക്കിയത് എൽദോസിനും അസ്വസ്ഥത സൃഷ്ടിക്കുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് BJP തന്നെയാണ് ബഹുദൂരം മുന്നിൽ എന്നാണ്. സാഹചര്യങ്ങളെ ഭംഗിയായ വിനിയോഗം മാത്രമാണ് ഇനി BJPക്ക് വേണ്ടത്. BJP തെരഞ്ഞെടുപ്പ് രംഗത്ത് വലിയ പ്രതീക്ഷകളോടെ എത്തുമ്പോൾ രണ്ട് മുന്നണികളും അതീവ പേടിയിലുമാണ്. നേമത്ത് തന്നെ കോൺഗ്രസിന് മത്സരിക്കാൻ ഒരു സ്ഥാനാർത്ഥി പോലും ഇല്ല. നേമത്ത് മത്സരിച്ച് തോക്കാൻ ആരും തയ്യാറാകാത്തത് കൊണ്ട് തന്നെ നേമത്തേക്ക് മത്സരിക്കാൻ എത്താൻ പേടിയുമാണ്. നേരത്തെ വലിയ വീമ്പിളക്കിയിരുന്ന K മുരളീധരൻ മാളത്തിൽ കയറി. ഇപ്പോൾ വട്ടിയൂർക്കാവ്, നേരത്തെ താൻ MLA ആയിരുന്ന വട്ടിയൂർക്കാവ് മണ്ഡലം പിടിച്ചിരിക്കുകയാണ്. കാരണം ഇത്തവണ കോൺഗ്രസ് അധികാരത്തിൽ വരും എന്ന ഒരു ധാരണ കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് തന്നെ മത്സരിക്കുന്നവരെല്ലാം തന്നെ മന്ത്രിയാകാനുള്ള തയ്യാറെടുപ്പിലാണ്. അതുകൊണ്ടാണ് MP മാരടക്കമുള്ളവർ ഇത്തരത്തിലുള്ള നീക്കം നടത്തുന്നത്. പ്രത്യേകിച്ച് ഷാഫി പറമ്പിൽ അടക്കമുള്ളവർ. ഷാഫി പറമ്പിലിന് മന്ത്രിയാകണം എന്ന ആഗ്രഹം ഏറെയുള്ള ആളാണ്. കാരണം ഇത്രയും കാലം രാഷ്ട്രീയ രംഗത്ത് വളരെ ഡിപ്ലോമാറ്റിക്കായി ഷാഫി നിന്നുപോയതും അതുകൊണ്ട് തന്നെയാണ്. ഷാഫിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ MP ആയത് തീരെയൊട്ട് ദഹിച്ചിട്ടുമില്ല. എങ്ങനെയെങ്കിലും തിരികെ വന്ന് MLA ആയി മന്ത്രിസഭയിൽ കയറിപ്പറ്റാനുള്ള നീക്കമാണ് കോൺഗ്രസുകാർ പലരും നടത്തുന്നത്. അതിന് കാരണവുമുണ്ട്. ജീവിതത്തിൽ കേന്ദ്രമന്ത്രിയാകില്ല എന്ന് ഇവർക്കും അറിയാം. ഏതായാലും കോൺഗ്രസ് ഇനി അധികാരത്തിലേക്ക് തിരിച്ചെത്താനുള്ള ഒരു സാധ്യതയുമില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലെങ്കിലും മന്ത്രിയായി ശിഷ്ടകാലം കഴിച്ചുകൂട്ടാനാണ് കേരളത്തിലെ കോൺഗ്രസുകാരുടെ എല്ലാം ആഗ്രഹം. അതുകൊണ്ടാണ് എല്ലാവരും ഇവിടെ വന്ന് ഇപ്പോൾ MLA ആയി മത്സരിക്കണം എന്ന ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്. ഏതായാലും ഇത് സ്ഥാനാർത്ഥി നിർണയം വലിയ കീറാമുട്ടിയാണ് ഇപ്പോൾ കോൺഗ്രസിന് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും മത്സരചിത്രം തെളിയുന്നതോടുകൂടി BJP വമ്പൻ സർപ്രൈസുമായി വരും എന്ന് പറഞ്ഞിരുന്നു. ഏതായാലും യുവ സ്ഥാനാർത്ഥികളെ നിലനിർത്തിക്കൊണ്ട്, യുവ സ്ഥാനാർത്ഥികളെ പോരിനിറക്കിക്കൊണ്ട് വലിയ പ്രതീക്ഷകളോടെ BJP മുന്നോട്ട് പോകുന്നു എന്നാണ് പറയുന്നത്. ഇനിയും അതുപോലെ തന്നെ 2020 അടക്കമുള്ളവർ, സിനിമാ രംഗത്തു നിന്നുള്ള നിരവധി പേരെ 2020 അവതരിപ്പിച്ചു കഴിഞ്ഞു. 2020യെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കഴിയുകയുള്ളൂ. വലിയ കേഡർ സംവിധാനമുള്ള അല്ലെങ്കിൽ അങ്ങനെ സംവിധാനമുള്ള രാഷ്ട്രീയ പാർട്ടിയൊന്നും ആയിരുന്നില്ല. ഒരു ചെറിയ രാഷ്ട്രീയ പാർട്ടിയായി രൂപപ്പെട്ട ഒരു പ്രസ്ഥാനം. അതിന് അങ്ങനെയൊക്കെ തന്നെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാനും സ്ഥാനാർത്ഥികളെ കൊണ്ടുവരാനും കഴിയുകയുള്ളൂ. ഇനിയും ഏതായാലും BJP ബഹുദൂരം മുന്നിലേക്കെത്തുന്നു. BJPക്ക് വിജയപ്രതീക്ഷകൾ ഏറെയാണ്.